ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഓഫീസിലാണ് വന്നപ്പോൾ തൊട്ട് കറണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓഫീസിലായതുകൊണ്ട് ഒരു മോട്ടിവേഷൻ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓഫീസിൽ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ജോലിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ലേഡീസിനായാലും ശരി ജെൻസിനായാലും ശരി നമുക്ക് ആരെ ആശ്രയിക്കേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അത് ഞാൻ ആദ്യമൊക്കെ ജോലിക്ക് പോകാനൊക്കെ എനിക്ക് വലിയ പാടായിരുന്നു. പക്ഷേ നമുക്ക് ജോലിക്ക് പോയി ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആവും. കാരണം ഇത് കൊള്ളാം, നമ്മുടെ കയ്യിൽ 10 കാശ് വരുന്നുണ്ട്. നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മുട്ടുപിൻ വാങ്ങിക്കണമെങ്കിൽ പോലും നമുക്ക് ആരെയും ചോദിക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരുടെ ആയാലും ശരി ഭർത്താവിൻ്റേതായാലും ശരി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് 1 രൂപ സമ്പാദിച്ച് അതിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറൊന്നും തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ പറ്റുന്ന സമയം വരെ പഠിക്കുക, പഠിച്ചിട്ടൊരു ജോലി വാങ്ങിക്കുന്ന രീതിയിലുള്ള പഠിച്ച് സെറ്റായി വരിക എന്നുള്ളത് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ചു, ഞാനിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി ജോലിക്ക് കയറിയിട്ട്. അതിലിപ്പം ഇവിടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിൽ കയറിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 6 വർഷമായി കേട്ടോ. അപ്പം 6 വർഷം ആവുന്നുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഒരു വർഷം തികച്ച് നിൽക്കുന്നതല്ല. 1 വർഷമാകുമ്പോൾ ഇറങ്ങും, അടുത്ത സ്ഥലത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് വരും. ഇവിടെ ഞാൻ കയറിയിട്ട് ഏകദേശം 6 വർഷമായി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോബാണ്. സ്റ്റാർട്ടിങ് എൻ്റെ കയ്യിൽ തന്നെയാണ് ഇവിടുത്തെ അക്കൗണ്ട്സൊക്കെ കിട്ടിയത്. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാം, നമ്മുടെ ഓണർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, അത് ഓണർ എന്നുള്ള ഇതല്ല, ഷമീർ എന്ന ചേട്ടൻ്റെ പേര്. ഷമീരേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷമീരേട്ടൻ വിളിക്കണമെങ്കിലും ഓണറാണ്. ആ ഒരു ചേട്ടൻ എന്നുള്ള ഒരു റെസ്പെക്റ്റ് തന്നെയാണ് പുള്ളിക്കാരൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് തന്നെ. ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വരിക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. 9:30 ഞാൻ കയറുന്നു, 5 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് കല്ലമ്പലത്തായിരുന്നു ഓഫീസ് കേട്ടോ. ഇപ്പം പിന്നെ പുതിയ ഓണറായിട്ടുണ്ട്. പുതിയ ഓണറിൻ്റെ അടുത്ത് നമ്മളങ്ങനെ വലിയ അറ്റാച്ച് ആയിട്ട് തുടങ്ങിയില്ലെങ്കിലും ഷമീരൻ്റെ അത്രയുള്ള അറ്റാച്ച്മെൻറ്റ് ആയിട്ടില്ല. പുള്ളിക്കാരനെ ഇത് എടുത്ത ശേഷം ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. കറക്റ്റ് ജൂലൈ ഈ മാസം 10, 20, 25 ആകുമ്പോൾ 1 മാസം അല്ല 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആൾ പുറത്താണ്. ഇപ്പോൾ പുറത്തായതുകൊണ്ട് തന്നെ ആളുമായിട്ട് നമുക്ക് വലിയൊരു ഇൻട്രാക്ഷൻ ഇല്ല. പിന്നെ നമ്മുടെ മാനേജർ പഴയ മാനേജർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഇപ്പോൾ എല്ലാവരും മാനേജറായാലും പഴയ ഓണറായാലും അവരുടെയൊക്കെ ഒരു ബിഹേവിയറും കാര്യങ്ങളും നമ്മുടെ അടുത്തുള്ള ഒരു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ നിന്നത്. ഞാൻ മാത്രമല്ല എല്ലാ സ്റ്റാഫുകളും ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നിന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ പോയിരുന്ന് ഭയങ്കരമായ സ്ട്രെസ്സും ഭയങ്കര ഒരു പ്രഷർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടുത്തു പോകുന്നു ജോലി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നേ വരെ ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതല്ല നമ്മളോട് പറഞ്ഞു വരുന്നത്, നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോലിയല്ല, ഏത് രീതിയിലായാലും ഒരു വരുമാനം കിട്ടുക. പെൺകുട്ടികൾക്കാണ് മെയിനായിട്ട് വരുമാനം കിട്ടുക. ആൺകുട്ടികൾ ഇപ്പോൾ എവിടെ പോയാലും അവർക്ക് വരുമാനം ഉണ്ടാക്കിയില്ലേ പറ്റുള്ളൂ ജീവിക്കാൻ. അപ്പോൾ പെൺകുട്ടിക്ക് 1 രൂപ വരുമാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം എന്ന് കൂടി പറയും. കാരണം പുള്ളിക്കാരനായിരിക്കും എല്ലാവർക്കും ഫാമിലി ആയിട്ടൊരു ലോണോ കാര്യങ്ങളോ ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. അവർക്ക് ഒരു ചെറിയ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം വീട്ടിൽ ചിലവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പുള്ളിക്കാരനൊരു ഹെൽപ്പായിട്ട് അത് വരത്തില്ലേ. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആവും. വൈഫ് അവൾ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ബോണ്ടിങ്ങും അവിടെ വരും. അപ്പം നമുക്കൊണ്ട് പറ്റുന്ന ഒരു ബില്ലിംഗ് സ്റ്റാഫായാലും ശരി ആ ഒരു ജോലിക്ക് കയറുക. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഏതൊരു തുച്ഛമായ ഒരു 5000 രൂപയാണ് സ്റ്റാർട്ടിങ് കിട്ടുന്നത്. അവിടെ കയറിയിട്ട് പിന്നെ അതിനൊരു ഇൻക്രിമെൻറ്റ് എന്തായാലും ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പീരിയൻസ് ആയ ശേഷം അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുക. അയ്യോ അവിടെ സാലറി കുറവ്, ഞാൻ കയറത്തില്ല അങ്ങനെ വിചാരിച്ചിരിക്കാതെ എത്രയായി. ഞാൻ സ്റ്റാർട്ടിങ് കയറിയത് 9 രൂപയ്ക്ക് കണ്ടേ കയറിയത് കേട്ടോ. അപ്പം 9 അല്ല 6 ഞാൻ കയറിയത്. പിന്നെ എനിക്കും പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ കയറുമ്പോൾ ഈ സ്റ്റാർട്ടിങ് 9 തന്നെ ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ കയറുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് കാലക്രമേണ എനിക്ക് ഇൻക്രിമെൻ്റ് ആയതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ജോലി ആയാലും ഒരു 500 രൂപയ്ക്ക് കിട്ടുന്ന ജോലി ആയാലും ശരി കയറുക എന്നാണ് എൻ്റെ അഭിപ്രായം. ചുമ്മാ വീട്ടിലിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് രാവിലെ നമ്മൾ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻഗേജ് ആകും. നമുക്ക് വേറെ ഒരു കാര്യം ചിന്തിക്കാനുള്ള സമയം കിട്ടും. നമുക്ക് നമ്മുടെ കാര്യം പോലും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. അതൊരു ജോലിയിലോട്ട് എൻഗേജായി കയറുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചുമ്മാ ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മാത്രം ചിന്തിച്ചു കൂട്ടും, എനിക്ക് ജോലിയില്ല,
അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ആ ജോലി കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികൾ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ SSLC വരെ പഠിച്ചാൽ 10ാം ക്ലാസ്സിൻ്റെ താഴെ വരെ പഠിച്ച ആൾക്കാർക്കായാലും ഇപ്പോഴത്തെ കാലത്ത് ജോലി കിട്ടാൻ ഒരു പാടുമില്ല. ജസ്റ്റ് ഒരു ബില്ലിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ സെയിൽസ് ഗേളായിട്ടൊക്കെ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും. എങ്ങനെയായാലും പിന്നീടായാലും നമുക്ക് കിട്ടും. അപ്പം ജോലി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് അതിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടിയത്, അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്ക് ചിന്തിച്ച് കൂട്ടാം. അതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് ഈ ചിന്താഗതികൾ വരുന്നത്. അപ്പം അങ്ങനെ വീട്ടിൽ നമ്മൾ കുത്തിയിരിക്കാതെ നമ്മൾ ഇറങ്ങണം ഗൈസ്. നമ്മൾ ലേഡീസ് വീട്ടിൽ തന്നെ ഇരുന്ന് ചടഞ്ഞു കൂടി ഇരിക്കാതെ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള വിദ്യാഭ്യാസമുള്ള എത്ര പേര് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് അറിയാവുന്നവരുണ്ട്. എത്രയും പേര് വീട്ടിലിരിക്കുന്നുണ്ട്. നമുക്ക് ശ്രമിച്ചിറങ്ങുക, മുന്നോട്ടിറങ്ങി സമൂഹത്തിലിറങ്ങി നമ്മൾ ശ്രമിച്ച് നമുക്കൊരു ജോലി വാങ്ങിക്കാൻ നോക്കുക. അതിപ്പോൾ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നില്ല, പ്രൈവറ്റ് ജോലി ആയിക്കഴിഞ്ഞാൽ അത് ജോലിയല്ലേ, നമുക്ക് ശമ്പളം കിട്ടിയാൽ പോരെ. നമുക്ക് നമ്മുടെ തന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ നല്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഞാനും ആശംസിക്കുന്നു.